ഹലോ അസ്സലാമു അലൈക്കും. ഇതെന്താണ് സാധനം എന്ന് നിങ്ങൾക്ക് മനസ്സിലായ? ചിലവർ വിചാരിക്കുന്നുണ്ടാവും ഇത് കാടമുട്ടേനെ കൊണ്ടുള്ള എന്തോ ഐറ്റാണെന്നല്ലേ. പക്ഷേ സംഭവം അതൊന്നും അല്ല കേട്ടാ. എന്നാൽ പിന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. അതിനായിട്ട് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമ്മുടെ മെയിൻ താരം ചിക്കനാണ്. ചിക്കന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ലെമണും ഉപ്പൊക്കെ കൂട്ടി പെരക്കി അതിന് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സംഭവം ഇവിടെ റെഡിയാക്കിയാലോ. ഇതാണ് കേട്ടോ. കണ്ണൂരുകാർക്കൊക്കെ ഇത് കണ്ട് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ഈ കക്കറോട്ടി അതുപോലെ തന്നെ നെയ്പ്പത്തലിൻ്റെ എല്ലാം ഒരു മാവ് പോലെയാണ് ഇതില്ലത്. അതായത് പച്ചരിയിലേക്ക് തേങ്ങയും ജീരകവും അതുപോലെ തന്നെ പത്തിരിപ്പൊടിയൊക്കെ അരച്ച് കൂട്ടിയിട്ടുള്ള ഒരു മാവാണിത്. അപ്പോൾ ഇതിനെ നമ്മൾ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട്, അതായത് കാടമുട്ട പോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ആവിയിൽ വേവിച്ചെടുക്കുന്നതാണ് സംഭവം. അപ്പം നമുക്ക് പരിപാടിയിലേക്ക് കടന്നാലോ. ആദ്യം ഒരു പാൻ വെക്കുക, അതിലേക്ക് എണ്ണ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ സവാള അരിഞ്ഞതുണ്ട് അതിട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുത്തു. അതിനിടയിൽ കൂടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ സംഭവം അത് വീഡിയോ എടുക്കാൻ വേണ്ടി വിട്ടുപോയതാണ്. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതൊന്ന് വഴണ്ടി വരുന്ന സമയം കൊണ്ട് നമ്മുടെ ബോൾസില്ലേ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. അതിന് നമുക്കൊന്നിങ്ങനെ വേർതിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് നമുക്ക് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ അത് ഈ ഉള്ളി ക്യാരറ്റ് വഴണ്ടി വന്നതിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് എന്തായാലും ഇട്ട് കൊടുക്കണം, മറന്നു പോവരുത്. പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്യണം. അത് ഓരോരാളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുത്തു. ഞങ്ങൾക്ക് പിന്നെ കുറച്ചധികം സ്പൈസ് ഇഷ്ടമായതുകൊണ്ടാണ് നമ്മൾ കുറച്ച് സ്പൈസ് അധികമായിട്ട് ഇടുന്നുണ്ട്. ഇതിൽ ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്യണം കേട്ടോ. പക്ഷെ നമുക്ക് ക്യാപ്സിക്കം കിട്ടാത്തതുകൊണ്ടാണ് ഇടാതിരുന്നത്. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസും അതുപോലെ തന്നെ സോയാ സോസും പിന്നെ ചില്ലി സോസും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ എല്ലാവർക്കും സംഭവം മനസ്സിലായിട്ടുണ്ടാവില്ലേ ഇതെന്താണെന്ന്. നമ്മുടെ ബോൾസ് ചില്ലിയാന്ന് കേട്ടാ. അങ്ങനെ വേണമെങ്കിലും പറയാം. ഇതിൻ്റെ യഥാർത്ഥ പേരെന്താണെന്ന് അറിയില്ല. അങ്ങനെ നിങ്ങൾ എന്ത് വേണമെങ്കിലും വിളിച്ചോ. പക്ഷേ ഉണ്ടല്ലോ ഈ ഒരു സംഭവം നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ് കേട്ടോ. ഇനി നമ്മുടെ മെയിൻ കുട്ടിത്താരം കുട്ടി കുട്ടി ബോൾസ് ഉണ്ടല്ലോ അതും കൂടി നമുക്ക് നമ്മുടെ മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചില്ലി ബോൾസ് ഉണ്ടല്ലോ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പം എങ്ങനെയാ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂലേ. ഞാനിതിലേക്ക് കുറച്ച് റെഡ് കളറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, ആഡ് ചെയ്യണമെന്നൊന്നുമില്ല. കുറച്ചുകൂടി ഒന്ന് മഞ്ചാക്കാൻ വേണ്ടിയിട്ടാണ് റെഡ് കളർ ആഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ചില്ലി ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്താണ് എന്നാൽ പിന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലേ. പിന്നെ ഉണ്ടല്ലോ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വേണ്ടി മറക്കണ്ട കേട്ടോ. അപ്പോൾ സീ യു സോ നെക്സ്റ്റ് വീഡിയോ. ബൈ.